السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ വിഷയം നിന്നുകൊണ്ട് പാനീയമോ മറ്റുള്ള ഫ്ലൂയിഡുകളോ കുടിക്കരുത്, ഇരുന്നു കൊണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് ഇരുന്നു കൊണ്ട് കുടിക്കണമെന്ന് കൽപ്പിക്കുകയും അത് മുറുക്കായി കുടിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നു കൊണ്ടല്ല നിന്നുകൊണ്ടാണ് കുടിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ മുറുക്കല്ലാതെ വരടിക്ക് കുടിക്കുകയാണെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. ഇന്നും അത് തന്നെയാണ്. അതിലുണ്ടാകുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നിന്ന് കുടിക്കുന്നത് കൊണ്ടും വരടിക്ക് വെള്ളം കുടിക്കുന്നത് കൊണ്ടും. എപ്പോഴും സിപ്പായി മുറുക്കായി മുക്കളിയായി കുടിക്കണം. അങ്ങനെ നിന്നുകൊണ്ട് കുടിച്ചാൽ അല്ലെങ്കിൽ ഒരടിക്ക് കുടിച്ചാൽ മുറുക്കല്ലാതെ എന്താ സംഭവിക്കുന്നത്? ഗവേഷകർ പറയുന്നു, അവന്റെ കിഡ്നി നേരെ പ്രോപ്പറായിട്ട് അത് ഫിൽട്ടർ ചെയ്യൂല. അതാണല്ലോ ശുദ്ധീകരിക്കുന്നത്. കിഡ്നിയെ പറ്റി ഞാൻ ചുരുക്കത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഫിൽട്ടറേഷൻ, ആ ശുദ്ധീകരണം നേരെ നടക്കൂല. അങ്ങനെ നടന്നില്ല എങ്കിൽ എന്താ? കിഡ്നിയിലും ബ്ലാഡറിലും വൃക്കയിലും മൂത്രസഞ്ചിയിലും ഇംപ്യൂരിറ്റീസ്, അഴുക്കുകള് അവിടെ കുന്നുകൂടും. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? നമ്മുടെ യൂറിനറി ട്രാക്ട് ഉണ്ട്, കിഡ്നിയും യുരത്രയും ബ്ലാഡറും ഇതൊക്കെ. ഇതിലൊക്കെ അവിടെ പ്രശ്നങ്ങള് ഉണ്ടാകുന്നു. ആ ട്രാക്ടറില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോ പെർമനന്റ് ആയിട്ട് എന്നേക്കും കിഡ്നി ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഡാമേജ് വന്ന് കിഡ്നി ഫെയിലായാല് പിന്നെ വലിയ പ്രശ്നം തന്നെയാണ്. കിഡ്നി ഫെയിലുകളെ തൊട്ട് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആസിഡ്സിന്റെ സമനില ഉണ്ട്. അത് അതിന്റെ ആ നിലയിൽ തന്നെ സമമായി നിൽക്കണം. അതിന്റെ ആ സമനില തെറ്റും. കാരണം ഈ ആസിഡിനെ നിന്നുകൊണ്ട് കുടിച്ചാൽ അല്ലെങ്കിൽ ഒരൊറ്റ അടിക്ക് കുടിച്ചാൽ അത് അതിനെ ഡയലൂട്ട് ചെയ്യൂല. അതിന്റെ സമനില തെറ്റും. അതുകൊണ്ട് ഗവേഷകർ പറയുന്നത്, ഒന്ന് ചെറിയ സിപ്പായിട്ട് മുറുക്കായി കുടിക്കണം എന്ന് മാത്രമല്ല, ഇരുന്നു കൊണ്ട് കുടിക്കണം. എന്നാൽ ഈ നമ്മുടെ ശരീരത്തിലുള്ള അത്യാവശ്യമായ, നമുക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യമായ ആ സാധനങ്ങളൊക്കെ, ആ ആസിഡുകളൊക്കെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യപ്പെടും. പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിന്നുകൊണ്ട് കുടിച്ചാൽ ചിലപ്പോ അൾസറുകൾ, വ്രണങ്ങൾ, പുണ്ണുകൾ ഉണ്ടാവും നമ്മുടെ വയറ്റിന്റെ അകത്തും പലയിടത്തും. പിന്നീട് ഹാർട്ടിന് ബേണിംഗ് ഉണ്ടാവും. ഹാർട്ടിന്റെ അവിടെ എന്തോ ഒരു കത്തുന്നത് പോലെ, അന്നനാളത്തിന് ബേണിംഗ് സെൻസേഷനുകൾ ഉണ്ടാകും. കാരണം നമ്മുടെ വയറ്റിന്റെ അകത്തുള്ള ആസിഡ് അത് ബേക്കിലോട്ട് ഇങ്ങോട്ട് ഫ്ലോ ആവും. ബേക്കിലോട്ട് അത് പ്രവഹിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തുകൊണ്ടും നിന്നുകൊണ്ടാകരുത്, ഒരടിക്ക് കുടിക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒട്ടകം കുടിക്കും പോലെ നിങ്ങൾ ഒരിക്കലും കുടിക്കരുത് എന്ന്. ഏകദേശം ഒട്ടകം കുടിക്കുമ്പോഴേക്ക് ഒരടിക്ക് 130ഓളം ലിറ്റർ വെള്ളം അതിന് കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരിക്കലും ആകരുത്. ഇരുന്നു കൊണ്ടായിരിക്കണം, മുറുക്കായി കുടിക്കണം. നിന്ന് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഞരമ്പിന്റെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, വലിയ സിസ്റ്റം, അതിന് പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതിന് ടെൻസ്, ദബാവുകൾ വരും. എന്ന് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഒരു സിസ്റ്റമായ ഫാറ്റ് ആൻഡ് ഫ്ലൈറ്റ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള,
അത് ഇനാക്റ്റീവ് ആവും, അത് പ്രവർത്തനരഹിതമാകും. അങ്ങനെ ആയാൽ ഞരമ്പുകൾക്ക്, നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾക്ക് പലയിടത്തും ദബാവുകള്, അത് ടെൻഷനുകൾ വരും, പിരിമുറുക്കങ്ങൾ വരും. ഇതുകൊണ്ട് വീണ്ടും അവർ പറയുന്നു, ഇറ്റ് ഈസ് വൈ സിറ്റ് ആൻഡ് സിപ്പ്. ഇരിക്കുക കുടിക്കുമ്പോഴേക്ക്, എന്നിട്ട് മുറുക്കായി കുടിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് കാര്യവും വളരെ വ്യക്തമായി പല ഹദീസുകളിലായി നമുക്ക് പഠിപ്പിച്ചു. ഇന്ന് ശാസ്ത്രം അങ്ങനെ തന്നെ പറയുന്നു. ആയുർവേദിക് സയൻസ് സേസ് ഫസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് സിറ്റ്, ബ്രീത്ത് ആൻഡ് റിപ്പീറ്റ്. ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ഇരിക്കുക, എന്നിട്ട് മുറുക്കായിട്ട് കുടിക്കുക, എന്നിട്ട് ശ്വാസം ഇങ്ങനെ വിടണം, വീണ്ടും കുടിക്കണം, ഒരൊറ്റ ശ്വാസത്തിലല്ല കുടിക്കുന്നത്, ഇങ്ങനെ ആവർത്തിക്കണം എന്നാ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പേപ്പറായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫെബ്രുവരി 3, 2019 ആ എഡിഷനിലും പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ കുടിക്കുമ്പോഴേക്ക് നിങ്ങൾ എന്താക്കണം, ഇരുന്ന് കൊണ്ട് കുടിക്കണം, നിന്ന് കൊണ്ടാകരുത്. ഇതെല്ലാം വളരെ ചുരുക്കത്തിലാണ് ഞാൻ പറയുന്നത്. വെൽനസ് കോച്ച് ആൻഡ് ഫിറ്റ്നസ് എൻത്യൂസിസ്റ്റ് നികിത പാർമർ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം ഈ വിഷയത്തിൽ, അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇരുന്ന് കൊണ്ട് കുടിക്കണം, ഒരിക്കലും നിന്നിട്ട് കുടിക്കരുത്. എന്നാല് നമ്മുടെ ഞരമ്പുകൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞരമ്പുകൾക്ക് അവരും പറഞ്ഞ ടെൻഷന്, പിരിമുറുക്കങ്ങൾ വരും. എന്ന് മാത്രല്ല, നമ്മുടെ ദാഹം ഒരിക്കലും തീരൂല. അതുകൊണ്ട് ഇരുന്ന് കൊണ്ട് കുടിച്ചാലേ ദാഹം തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കും എന്ന് മാത്രമല്ല, വളരെ ആരോഗ്യം നിങ്ങൾക്ക് തരും. അതിന്റെ ടേസ്റ്റും അതിന്റെ രുചി ഇരുന്ന് കൊണ്ട് കുടിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന്. പിന്നീട് അങ്ങനെ നിന്നുകൊണ്ട് കുടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള അതിലുള്ള പോഷകങ്ങളും വൈറ്റമിൻസുകളും നമ്മുടെ ലിവറിലേക്കും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്കും, നമ്മുടെ ദഹന പ്രക്രിയയുടെ ട്രാക്റ്റിലേക്കും ഇത്തരം സാധനങ്ങൾ എത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചുരുക്കിട്ടാ പറഞ്ഞത്. ശാസ്ത്രജ്ഞന്മാര് അതിന്റെ വിശദവിവരം ധാരാളം പറയുന്നുണ്ട്. ഇനിയും എനിക്ക് ഒരുപാട് പറയുകയാണെങ്കിൽ ഉണ്ട്. അതോടുകൂടി ഇക്കാര്യങ്ങൾ നിന്ന് കുടിക്കുന്നതും ഇരുന്ന് കുടിക്കുന്നതും സിപ്പായി കുടിക്കുന്നതും സിപ്പ അല്ലാതെ കുടിക്കുന്നതും ഇതിനെപ്പറ്റി ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് വേറെയും ഒരുപാട് ഈ കുടിക്കുന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസ് ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്. ഖുർആനിലും ഹദീസിലും ഉള്ള അതിന്റെ ബേക്കിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നാം മനസ്സിലാക്കിയ വായിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് എത്രയോ നൂറുകണക്കിൽ കൊല്ലങ്ങൾ പറഞ്ഞാൽ തീരാത്തതുണ്ട്. ഓരോ ഖുർആനിന്റെയും ഹദീസുകളുടെയും പദങ്ങളുടെ ബേക്കില് ഒരു സയന്റിഫിക് ലോകം തന്നെ ഉണ്ട്. അതിനെ പറ്റി നാം ഒന്ന് പരിശോധിച്ചാൽ, അപ്പൊ ഇതിനെ പറ്റി പഠിക്കണം. ഇന്ന് ലോകം ഇതിന്റെ ബേക്കിലുള്ള ശാസ്ത്രത്തെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത്ര ശാസ്ത്രജ്ഞന്മാരാ ഇതിനെപ്പറ്റി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. വളരെ നല്ലതാണ്. ഈ പരിശുദ്ധ ഖുർആനിന്റെ അകത്ത് ഇത്രമാത്രം ഗഹനമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് ചിലര് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാത്തവരൊക്കെ മനസ്സിലാക്കണം. വളരെ നല്ലതാണ്. നമുക്കിവിടെ ഐഹിക പാരത്രിക ജീവിതത്തിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് പരിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസുകളുടെയും അകത്തുണ്ട്. അതിനെപ്പറ്റി പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.